അപ്പൊ എന്ത് ചെയ്യാൻ പോണേ? അപ്പൊ ഇന്ന് പൂക്കളാണ്. എല്ലാവർക്കും അത്തദിന ആശംസകൾ. സ്ലോ ആയിട്ട് പൊട്ടിക്കണം. അറിയോ, അപ്പൂന് കോൾഡാണ്. വയ്യല്ലേ അപ്പൂസിന്? ഇങ്ങോട്ട് നോക്ക്. വയ്യ? എനർജിയാണോ? അയ്യോ, തെറിച്ചു പോയി അപ്പൂ. പറിച്ചതല്ലേ? ശരി, ഇനി ക്ലീൻ ചെയ്യിനി. അതെന്താ പൂണ്ട് റോസാക്ക ഇത് ചെയ്തത്? ഇത് ഈസിയാണോ? ഇതാണ് ഈസി. ഓക്കെ. പൂക്കളം ഫസ്റ്റ് നമ്മള് എന്താ ഇടണോ? അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ലടാ. എന്താ ഇടുക? ഫസ്റ്റ് നമ്മള് ഇതെന്ത് കളർ പൂവ്? അത് വൈറ്റ് കളർ പൂവ് നമ്മള് സെന്ററിൽ ഇങ്ങനെ വെക്കണം. ഓക്കെ. ഇനി ഓൾറെഡി ഇവിടെ ചെറിയ ഡിസൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിനാ നമ്മൾ കളർ ഇടണേന്ന്? എന്തിനാ കളർ ഇടുന്നേ? അതുണ്ടല്ലോ, ഓണത്തിനാണ് കളർ ഇടണേ. എന്താ പാട്ടിയമ്മയ്ക്ക് അറിയാം എന്തിനാ ഓണത്തിന് കളർ ഇടണേ. ഇപ്പൊ ശരിക്കും പറ, ഓണത്തിന് എന്തിനാ കളർ ഇടുന്നേ? പൂ ഉള്ളോണ്ടാണോ കളർ ഇടുന്നത്? അതല്ല പൂ. നമ്മൾ പൂ കളർ ഇടുന്നത് ഒരു കഥയുണ്ട്. എന്ത് കഥയാണെന്നറിയോ പൂക്ക്? പണ്ട് ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാല് കിങ്. വലിയ കിങ് ആയിരുന്നു. നല്ല കിങ് ആയിരുന്നു. അപ്പൂന്റെ പോലെ ഗുഡ് ബോയ് ആയിട്ടുള്ള ഒരു കിങ്. അവിടെ നിൽക്കും. അപ്പോ കിങ് ഉണ്ടല്ലോ, കിങ്ങിന്റെ പ്രജകൾ ഉണ്ടായിരുന്നു. പ്രജകൾക്കൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു. അപ്പോ ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മേലെ സ്വാമിമാരുണ്ട്. അവര് പോയിട്ട് വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും. ഈ രാജാവിന്റെ പേരെന്താന്നറിയോ? പിന്നെ മഹാബലി. എന്ത് പേര്? മഹാബലി. മഹാബലിനെ കാണാൻ ആരുടെ പോലെയാണെന്നറിയോ? പിന്നെ നമ്മുടെ സാന്റാക്ലോസിന്റെ പോലെ ഉണ്ടാവും കാണാൻ. വലിയ വയറും അങ്ങനെ കുറെ മാലയും തലയിൽ കിരീടം അങ്ങനെയെല്ലാം വെച്ചിട്ട് വലിയൊരു രാജാവ്. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഇന്ദ്രനൊക്കെ വന്നിട്ട് ഒരു വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത്, അവര് കാരണം, മഹാബലി കാരണം ഞങ്ങളുടെ അടുത്ത് ആരും വരുന്നില്ല എന്ന് പറയും. അപ്പൊ വിഷ്ണു എന്ത് ചെയ്യും? വിഷ്ണു ഒരു രൂപത്തിൽ വരും. എന്ത് രൂപത്തിലാ വരിക? ഒരു വാമനന്റെ രൂപത്തിൽ വരും. വാമനൻ എന്തുപോലെ ഇരിക്കും അറിയോ? പിന്നെ എന്തുപോലെ ഇരിക്കും? ജിംഗിൾ ബെൽസ് അല്ല, അത് മഹാബലിയാണ് ജിംഗിൾ ബെൽസ് പോലെയുള്ളത്. വാമനൻ നമ്മുടെ ഒരു കുട്ടി ചോട്ടാ ഭീം പോലത്തെ വേഷത്തിലാണ് വരിക. ചോട്ടാ ഭീമിനെ അറിയില്ല? പിന്നെ അതാണ് അപ്പനോട് അമ്മ. പൂക്കളത്തിൽ കുറുമ്പ് കാട്ടിയതിൽ അമ്മയ്ക്ക് വിഷമമായെന്ന് വിചാരിച്ച് അപ്പൂസിന്റെ മയക്കലൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അമ്മ എപ്പോൾ ഫ്ലാറ്റായെന്ന് ചോദിച്ചാൽ മതി. അപ്പോ നമ്മുടെ വാമനന് ഭൂമിയിൽ വരും. ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ മഹാബലി ഇല്ലേ? മഹാബലി എന്ന് പറഞ്ഞ ആരാ? ജിംഗിൾ ബെൽസ് കിങ് അല്ലേ? കിങ്ങിന്റെ അടുത്ത് വന്നിട്ട് കഥ പറയണോ? മഹാബലി ആരാന്നറിയോ പുഷ്? ആരാ മഹാബലി? ജിംഗിൾ ബെൽസ് പോലത്തെ അങ്ങനത്തെ ഒരു
അതിപ്പോ പാടേണ്ട പാട്ടല്ല, അത് ക്രിസ്മസിന് പാടുന്നത്. ഇപ്പൊ നമ്മള് ഓണത്തിനാണ് നിക്കണേ. ജിംഗിൾ ബെൽസ് വരാൻ ഇനിയും ടൈം ഉണ്ട്. അപ്പോ ആ ടൈം ആവുമ്പോ അമ്മ പറയാം. ഇപ്പൊ ഓണമാണ്. ജിംഗിൾ ബോൾസ് പോലത്തെ നല്ലൊരു കിങ് ആയിരുന്നു. വാമനൻ വന്നിട്ട് മഹാബലിയുടെ അടുത്ത് പോകും. അപ്പൊ മഹാബലി ചോദിക്കും എന്താ വേണ്ടേന്ന് ചോദിക്കും. അപ്പൊ വാമനൻ പറയും എനിക്ക് എന്റെ 3 അടി വെക്കാനുള്ള സ്ഥലം വേണമെന്ന് പറയും. അപ്പൊ മഹാബലി പറയും ഓക്കെ എടുത്തോ എന്ന് പറയും. വാമനൻ ഉണ്ടല്ലോ ഫസ്റ്റ് കാല് വെക്കുമ്പോഴത്തേനോ ഈ ഭൂമി ഫുള്ള് തീരും. രണ്ടാമത്തെ കാല് വെക്കൂലേ, രണ്ടാമത്തെ കാല് വെച്ചപ്പോഴത്തേണ്ടല്ലോ ആകാശം ഫുള്ള് തീരും. ആകാശം എവിടെയാണ്? ആകാശം എല്ലാം ഫുള്ള് തീർന്നു പോയി. ഇനി കാല് വെക്കാൻ സ്ഥലമില്ല. വാമനൻ ചോദിക്കും ഇനി ഞാൻ എവിടെ കാല് വയ്ക്കും ചോദിക്കും. അപ്പോൾ നമ്മുടെ മഹാബലി എന്ത് ചെയ്യുന്നറിയോ? മഹാബലി ഇങ്ങനെ കുനിഞ്ഞു കൊടുത്തിട്ട് പറയും എൻ്റെ തലയിൽ ഇപ്പൊ വെച്ചോ. എന്നിട്ട് പറയും എനിക്ക് വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് എൻ്റെ ആൾക്കാരെല്ലാം കാണണം എന്ന് പറയും. ഓക്കെ എന്ന് പറയും. പറഞ്ഞിട്ട് നമ്മുടെ വാമനൻ ഉണ്ടല്ലോ മഹാബലിനെ അങ്ങനെ തലയിൽ ചവിട്ടിയിട്ട് ഭൂമിയുടെ അടിയില്ലേ, മണ്ണിന്റെ അടി, അത് പാതാളം എന്ന് പറയും, പാതാളത്തിലോട്ട് ചവിട്ടിയിടും. ഓക്കെ. അപ്പോ എന്നിട്ട് നമ്മള് അപ്പൊ വർഷത്തിൽ ഈ ടൈം ആവുമ്പോൾ മഹാബലി നമ്മളെ കാണാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് കളൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ഹാപ്പി ആയിട്ട് നമ്മള് മഹാബലിനെ വീട്ടിൽ വരുത്തണം. വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കണം, ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ. കഥ ഇഷ്ടമായ? പിന്നെ ഓണത്തിന്റെ കഥ ഇഷ്ടമായ? കളർ റെഡിയായി നമ്മുടെ. ഇനിയൊരു ലാസ്റ്റ് കാര്യം കൂടെ ചെയ്താൽ അപ്പോ അതിവിടെ തട്ടരുത് കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ബൈ.